നമ്മുടെ പ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മെഡിസിൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നില്ലേ? എന്താണ് ഇമ്മ്യൂണിറ്റി? പുറത്തുനിന്ന് എന്തെങ്കിലും ഫോറിൻ ഒബ്ജക്ട്സ് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് അസുഖമുണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയ, വൈറസ് പോലത്തെ മൈക്രോ ഓർഗാനിസംസ് വരുവാണെങ്കിൽ ബോഡിയെ സംബന്ധിച്ച് അത് പുറത്തുനിന്ന് വന്ന ഒരു ഒബ്ജക്റ്റാണ്. അതിനെതിരെ ബോഡി പ്രതികരിക്കുകയും ചെയ്യും, അതിനെ എങ്ങനെയെങ്കിലും ബോഡിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ബോഡിക്ക് പ്രതിരോധ ശേഷി എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ചില സമയത്ത് നമ്മുടെ ബോഡിയുടെ ഈ ഇമ്മ്യൂണിറ്റി തന്നെ നമുക്ക് ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. അതെപ്പോഴാണെന്നറിയുമോ? ഒന്ന്, നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന സമയത്ത്, അതായത് നമ്മൾ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് നോക്കുമ്പോൾ എന്താണ്, ഇത് പുറത്തുനിന്ന് വന്ന ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ബോഡി എന്ത് ചെയ്യും, അതിനെ റിജക്ട് ചെയ്യും. അങ്ങനെ ഒരു റിജക്ഷൻ വന്നാൽ നമ്മൾ ചെയ്ത സർജറി എന്തായിരിക്കും, അൺസക്സസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിനെ കുറച്ചൊന്നും കുറയ്ക്കും. അതിനുവേണ്ടി നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് യൂസ് ചെയ്യും. രണ്ടാമതായി, ചില സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സിന്, നാച്ചുറലി നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിരിക്കുന്ന എന്തെങ്കിലും ഒബ്ജക്ട്സിന് ഇനി പുറത്തുനിന്ന് വന്നതാണോ എന്നതിന്റെ സംശയത്തിന്റെ പേരിൽ എന്ത് ചെയ്യും, ബോഡിയിൽ നിന്ന് റിജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. ആ സമയത്താണ് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഡിസീസസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ സോറിയാസിസ്, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മ്യൂണോ സപ്രസൻസ് കഴിച്ച് നമ്മുടെ ബോഡിയുടെ ഈ പ്രതിരോധ ശേഷി ഒന്ന് കുറയ്ക്കണം. പക്ഷേ ഇതിന്റെ ദോഷം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടും. അതായത് നമ്മുടെ പ്രതിരോധ ശേഷി നമ്മൾ കുറച്ചിരിക്കുന്നു, ആ സമയത്ത് എന്ത് ചെയ്യാം, പുറത്തുനിന്ന് എന്തെങ്കിലും ബാക്ടീരിയ പോലത്തെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വന്ന് എന്ത് പറ്റാം, നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് ഹൈജീനിക് പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മുടെ ഹെൽത്ത് ആ സമയത്ത് നല്ലപോലെ കെയർ ചെയ്യും.